എല്ലാരും ജോയിൻ ചെയ്തോ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മള് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എളുപ്പത്തിൽ കണ്ടു ഒരു വഴിയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഇത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇതില് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അതായത് RF 10 ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് അങ്ങ് ചെയ്യാം കേട്ടോ. RF എന്നുള്ളതിന്റെ വാല്യൂ പറയുന്നത് 5 ഇൻറ്റു ബീറ്റ നമുക്ക് ഫസ്റ്റ് എത്രയാ 60 അല്ലേ വരുന്നത്. 60 ആണ് റിസ്ക്. അതായത് 10 ഇടുമ്പോ റിസ്ക് അല്ല, റിട്ടേൺ. ഓക്കെ, 10 അതായത് ബീറ്റ 10 ആകുമ്പോൾ ഉള്ള വാല്യൂ 60 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് 5 15 വരും അല്ലേ? 15. ഈ 1 അല്ലേ? ഓപ്ഷൻ 10 ആണ്. സോ നമ്മൾ ആദ്യത്തേത് 10 ഇട്ടു, രണ്ടാമത്തെ പറയുന്ന ഓപ്ഷൻ കൊടുത്തപ്പോ 15 ആണ് വന്നത്. അല്ലേ? 5 ഇൻറ്റു നെഗറ്റീവ് ആയിട്ട് കൊടുക്കുക. ആൻസർ എത്രയായിരിക്കും വരുന്നത്? 5. ഇതിൽ നമുക്ക് ഏതാണ് ഉണ്ടാവുക? അതായത് എ എന്ന് പറയുന്ന ഓപ്ഷൻ 10 ആകുമ്പോൾ 60 ആണ്. കൂടുതലാണെങ്കിൽ റിസ്ക്കും കൂടുതലായിരിക്കും എന്നാണ്. നമ്മൾ ഈ ബീറ്റ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് റിട്ടേൺ ഡി ഓപ്ഷൻ ഉപയോഗിച്ച് -1 ഉപയോഗിക്കുമ്പോഴാണ് 5 ആണ് ആൻസർ കിട്ടുന്നത്. സോ ഇതിൽ ഏറ്റവും കുറവ് റിസ്ക്കും ഏതിനായിരിക്കും? ഏറ്റവും കുറവ് റിട്ടേൺ കിട്ടുന്നതിനായിരിക്കും. ഡൗട്ട് ഉണ്ടോ ഇതില്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ഇക്വേഷൻ ഇട്ട് ജസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഞാനിപ്പോ ഇങ്ങനെ എഴുതിയതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലൊരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് തീർക്കാം. അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളായ കാര്യമാണിത്. ഇതിപ്പോ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ശരിക്കും നിങ്ങൾ ജസ്റ്റ് നമ്മൾ തന്നെ കാൽക്കുലേറ്ററിൽ മനസ്സിലൊരു എമൗണ്ട് ഇത്രയും കൂടുതൽ ടൈം എടുക്കില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെഗറ്റീവ് ബീറ്റ ആ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതെനിക്ക് കാണാൻ പറ്റണില്ല ഇയാൾ അയച്ചത്. എനിവേ ആ ക്വസ്റ്റ്യൻ ആരാ അയച്ചെന്ന് എനിക്കറിയില്ല. ഐഡിയ. ഓക്കെ, വിദ്യാരൂപയുടെ നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ മതി എന്താ ചോദിച്ചതെന്ന് കേട്ടോ. എനിക്കിതിൽ കാണുന്നില്ല.
സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. 20, 30 എത്ര 37 വരെയല്ലേ നമ്മൾ ഇന്നലെ ചെയ്തേ. സോ 36 38th question. Based on the assumptions of capital asset pricing model, the risk premium on an investment with a beta of 0.5 is equal to A, twice the risk premium on the market, B, the risk premium B equal to the risk premium on the the risk premium on the market, C, the risk free rate, D, half the risk premium on the market. ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. അല്ലേ? ഓക്കെ. ആൻസർ പറയാത്ത നവീനൊക്കെ പറഞ്ഞോ ആൻസർ? ബിബിത, നവീൻ, ഹരിശങ്കർ പറഞ്ഞു, ഹരിജിത്ത്, ഓക്കെ, സൗമ്യ പറഞ്ഞു, നന്ദിനി പറഞ്ഞു, ഓക്കെ, ജെയിൻ പറഞ്ഞു, ശ്രീലക്ഷ്മി എസ് പറഞ്ഞു, ഓക്കെ. സോ ഇതിന്റെ ആൻസർ എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ഡി ആണ് ആൻസർ, ഹാഫ് ദ റിസ്ക് പ്രീമിയം ഓൺ ദ മാർക്കറ്റ്. സ്വാഭാവികമായിട്ടും ഇതിപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് ആയിരിക്കും. റിസ്ക് പ്രീമിയം ഓൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് എ മാർക്കറ്റ്, ഓക്കെ, അതായത് RM മൈനസ് RF ഇൻറ്റു ബീറ്റ. ആ ബീറ്റ 0.5 ആണെങ്കിൽ 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ്, RM മൈനസ് RFന്റെ ഹാഫ് ആയിരിക്കും അല്ലേ വരുന്നത്. അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇത് ക്ലിയർ അല്ലേ? ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ. ഓ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. 39th question. Which one of the following would have the least impact on a firm's beta value? Which one of the following would have the least impact on a firm's beta value? First one, A, industry characteristics, B, debt to equity ratio, C, operating leverage, D, payout ratio. ആൻസർ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? നെറ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറെ ആൾക്കാർ ലെഫ്റ്റ് ആവുന്നുണ്ട്, പിന്നെ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, എല്ലാരും ഞാൻ എന്റെ ആൻസർ പറയട്ടെ. എല്ലാരും പറഞ്ഞ ആൻസർ ഡി ആണ്. ഡി റൈറ്റ് ആൻസർ ആണ്. ഇത് ഓരോന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് ഇൻഡസ്ട്രി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കറിയാം എല്ലാ കമ്പനികളും ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിലായിരിക്കും വരുന്നത് അല്ലേ? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ അണ്ടറിലായിരിക്കും എല്ലാ കമ്പനിയും ഉണ്ടാവുക. സോ ഇൻഡസ്ട്രിക്ക് റിസ്ക് കൂടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് റിസ്ക് കൂടുതലാണെങ്കിൽ, സ്വാഭാവികമായും ആ ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള കമ്പനികളും ഏകദേശം സെയിം കൈൻഡ് ഓഫ് റിസ്ക് ഉള്ളവർ തന്നെയായിരിക്കും. കാര്യം മനസ്സിലായോ? അതായത് ഒരു ഇൻഡസ്ട്രീന്റെ ഉള്ളിലായിരിക്കും എന്തായാലും എല്ലാ ഫേംസും ഉണ്ടാവുക. സോ ഇൻഡസ്ട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് നമ്മുടെ കമ്പനിക്കും ചേഞ്ചസ് വരും. ക്ലിയർ ആയോ? സോ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ കമ്പനിയിലും ചേഞ്ച് വരും. അതുകൊണ്ട് കമ്പനിയെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രി ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ ആയോ? എനിക്ക് സ്പീഡ് കൂടുതലാണോ?
ഓക്കെ. അടുത്തത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ കമ്പനിയിലുള്ള ഡെപ്റ്റ്, അതായത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കുമല്ലോ അല്ലെ? ഓക്കെ. നമ്മുടെ കമ്പനിയിൽ എന്തേരം ഡെപ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയുടെ വഴി. അപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ കമ്പനിക്ക് ഹൈ റിസ്ക് ആയിരിക്കും എന്നാ. സോ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയും നമ്മുടെ ഫേമിന്റെ ബീറ്റ വാല്യൂ, നമ്മുടെ ഫേമിന്റെ റിസ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ? ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഫേമിന്റെ ബീറ്റയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫേമിന് റിസ്ക് കൂടുതലായിരിക്കും. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയ്ക്കും ഇമ്പാക്ട് ഉണ്ട്. ഓക്കെ. ദെൻ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയായിരിക്കും. അതായത് നമ്മൾ ഫിക്സഡ് കോസ്റ്റുകൾ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ കൂട്ടിക്കൊണ്ട് അത്രയും കൂടെ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാൻ ശ്രമിക്കുന്നതിനെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ റിസ്ക്കും കൂടും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഡി എന്ന് പറയുന്നത് പേ ഔട്ട് റേഷ്യോ. പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതായത് നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന്, നമ്മുടെ കമ്പനിയുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്ന എമൗണ്ട്, അതായത് ഡിവിഡൻഡ് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് അതായത് എത്ര പെർസെന്റേജ് പേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പേ ഔട്ട് റേഷ്യോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കമ്പനിയുടെ ഏർണിങ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്, ആ പെർസെന്റേജ് ആണ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതും റിസ്ക്കുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇത് രണ്ടും രണ്ട് ആസ്പെക്ട് ആണ് അല്ലെ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്നതും റിസ്ക്കുമായിട്ട് ഒരു ഇമ്പാക്റ്റും ഇല്ല. സോ ദ ആൻസർ ഈസ് ഡി ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. അടുത്തത് ഇത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ലാസ്റ്റ് വൺ ലൈൻ വായിക്കാം. ലാസ്റ്റ് വൺ ലൈൻ എന്താ, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ? എക്സ്പെക്ടഡ് മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് RM എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതായത് RM കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൽ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ഇടേണ്ട വരില്ല. RF പ്ലസ് RM മൈനസ് RF ഇൻറ്റു ബീറ്റ എന്ന ഫോർമുലയെ നമുക്ക് യൂസ് ചെയ്യേണ്ട വരുള്ളൂ. അതിന്റെ എമൗണ്ട്സ് ഇവിടെ തന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന എനിക്കറിയാം. നിങ്ങൾ ചെയ്ത് മടുത്തൊരു കണക്കായിരിക്കും ഇത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരുടെ ആൻസർ സെയിം ആണ്, ബി ആണ്. ഇതെന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാലോ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വേണമെങ്കിൽ വാല്യൂ പറയാം. അതായത് R വരുന്നത് 16 ആണ്, RF വരുന്നത് 4 ആണ്. അപ്പോ 4 പ്ലസ് R, സോറി, ബീറ്റ വരുന്നത് 1.5 ആണ്. സോ 4 പ്ലസ് RM മൈനസ് 4 ഇൻറ്റു ബീറ്റയാണ് വരുന്നത്. ദാറ്റ് മീൻസ് 1.5 ഇൻറ്റു 1.5 ആണ് വരുന്നത്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 12 ആണ്. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? അപ്പോ ഈ പോർഷനിൽ, അതായത് റിസ്ക് ആൻഡ് റിട്ടേണിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന പോർഷൻ ക്ലിയർ ആണോ? ഒന്നുമില്ലല്ലോ അല്ലെ?
നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് കിടക്കാം. അതായത് ലോങ് ടൈം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലോട്ടൊക്കെ കിടക്കാവോ? അടുത്തതിലേക്ക് പോകാം അല്ലെ. ഇതില് അതായത് ഈ പോർഷനിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഹോക്കിന്റെ സോഫ്റ്റ്വെയർ ചെയ്തതാണോ ക്വസ്റ്റ്യൻസ്? ആ കുട്ടി അതായത് നിങ്ങൾ ഇവിടെ ചോദിക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റണില്ല. നിങ്ങളുടെ എന്താ പറയാ ഡൗട്ട്സ് അല്ലാതെ കുറച്ച് വലുതായിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങളത് വിദ്യാരൂപയുടെ നമ്പറിലേക്ക് ചെയ്താൽ മതി. അത് ഞാൻ പിറ്റേ ദിവസം വന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറച്ച് വലിയ എന്തെങ്കിലും ഡൗട്ടുകൾ ആണെങ്കിൽ, വലിയ തരത്തിലുള്ള ഡൗട്ടുകൾ ആണെങ്കിൽ നമുക്കത് വിദ്യാരൂപയുടെ നമ്പറിലോട്ട് അയച്ചു കൊടുത്താൽ മതി. ഞാനത് നോക്കിയിട്ട് പിറ്റേ ദിവസം നമുക്ക് ക്ലാസ്സിൽ ഫുള്ളായിട്ട് ഡീൽ ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾ ഈ ഹോക്കിന്റെ സോഫ്റ്റ്വെയർ, അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ എല്ലാ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോർഷൻ ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയോ? ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയല്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ആണെങ്കിലും അതായത് നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചിരുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു ഈൽഡ് ടു മെച്യൂരിറ്റിയുടെയും അങ്ങനെ കുറച്ച് ഏരിയാസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വരുമ്പോൾ അതില് അധികം വരുന്നില്ല. അതായത് ഈൽഡ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ അങ്ങനെ പറയുന്ന ഏരിയാസ് അധികം അതിൽ വരുന്നില്ല. ഓക്കെ, അധികം അതില് അത്ര വലുതായിട്ട് കൺസെപ്റ്റുകൾ അതിനകത്ത് വരുന്നില്ല. സോ ഞാൻ സാറിനോട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഷോർട്ട് ആക്കി എടുത്തു തരാം. അതായത് ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം, ഒരുപാട് നേരം എനിക്ക് വലിച്ചു നീട്ടി പറയാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഷോർട്ട് ആയിട്ട്, അതായത് ക്ലാസ് പോയതല്ലേ ഓൾറെഡി, ജസ്റ്റ് ഷോർട്ട് ആയിട്ട് ഞാൻ കൺസെപ്റ്റ് മാത്രം വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. അതായത് ഇന്നല്ല, അതായത് സാറ്റർഡേയോ എന്തെങ്കിലും ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കാരണം ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ അധികം വരുന്നില്ല ആ ഏരിയാസ്. ഈൽഡ് ടു മെച്യൂരിറ്റി ഒന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ ഞാൻ കണ്ടില്ല. എന്റെ സോഫ്റ്റ്വെയർ, നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല, ഞാൻ വേറെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിലധികം കണ്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ റിസ്ക് ആൻഡ് റിട്ടേൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. റിസ്ക് ആൻഡ് റിട്ടേണിന്റെ ഹോക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങളും ചെയ്യണം, നിങ്ങൾ വർക്ക് ചെയ്യണം. ഈ ഏരിയ തന്നെ ഒന്ന് വർക്ക് ചെയ്യുക കേട്ടോ. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വിദ്യാരൂപയുടെ നമ്പറിൽ അയച്ചു കൊടുത്താൽ നമുക്കത് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ ഒന്ന് ചോദിക്കുക. അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട് അല്ല എങ്കിൽ, അതായത് നോർമലായി സിമ്പിൾ ആയിട്ടുള്ള വല്ല ഇതുമാണ് നിങ്ങൾക്ക് അങ്ങോട്ടും കൂടി ഷെയർ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തീർക്കുക. എന്നിട്ട് എനിക്ക് വിദ്യാരൂപ. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ. സോ നമുക്ക് ലോങ് ടൈം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ലാസ്റ്റ് വൺ ലൈൻ ക്വസ്റ്റ്യൻ വായിക്കുക. വിച്ച് കോർപ്പറേഷൻ ഈസ് ദ മോസ്റ്റ് ഹൈലി ലിവറേജ്ഡ്? ഈ ലിവറേജ്ഡ് ആയത് ഏത് കോർപ്പറേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങളൊന്ന് പറയും. ഞാനിത് വായിച്ചു തരുന്നതിനേക്കാളും, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് ആദ്യം തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ വായിക്കുക, ആൻസർ പറയുക, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ അധികം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അതായത് ലിവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ള ടേമിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈലി ലിവറേജ്ഡ് ആയിട്ടുള്ള ഫേംസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റെർലിംഗ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ആണ് വരുന്നത് അല്ലെ. ലോങ് ടേം ഡെപ്റ്റ് 40യും ഷോർട്ട് ടേം ഡെപ്റ്റ് 10ഉം, സോ 50. ഇനി കൂപ്പർ എന്ന് പറഞ്ഞ കമ്പനി ആണെങ്കിൽ 35 പ്ലസ് 10, സോ 45 ആണ് വരുന്നത്. ഇനി വാർവിക് എന്ന് പറഞ്ഞ കമ്പനി ആണെങ്കിൽ 30 പ്ലസ് 15, 45 തന്നെയാണ് വരുന്നത്. പിന്നെ പേ എന്ന് പറഞ്ഞ കമ്പനിയാണ് 30 പ്ലസ് 10, 40 ആണ് വരുന്നത്.
ഓക്കെ, സോ ഏറ്റവും കൂടുതലുള്ള കമ്പനി, സോ ഹൈ ലിവറേജ്. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യട്ടോ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. ലാസ്റ്റ് 1 ലൈൻ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക. ദാറ്റ് മീൻസ് ഇത് ആദ്യം വായിക്കുക, എന്നിട്ടേ ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലെ? എല്ലാവരും പറഞ്ഞ ആൻസർ ഡി ആണ്. ഈ ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന 2 പ്രൊജക്റ്റ് ആണ്. ബെൽക്കൺ കമ്പനിയുടെ 2 പ്രൊജക്റ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എക്ക് 5.75% ആണ് റേറ്റ് ഓഫ് റിട്ടേൺ. ഹോൾഡിംഗ് പീരീഡ് 4 ഇയേഴ്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ബിക്ക് 6.25% ആണ് റിക്വയർഡ് റിട്ടേൺ. ഹോൾഡിംഗ് പീരീഡ് 4 ഇയേഴ്സ് ആണ്. ഓക്കെ, സോ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എ ഈസ് ദ ബെറ്റർ ചോയ്സ് ഫോർ ബെൽക്കൺ. ഇൻവെസ്റ്റ്മെന്റ് എ ആണ് പറയുന്നത്. ആ കൺക്ലൂഷൻ ശരിയാണോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇൻവെസ്റ്റ്മെന്റ് എ ആണ് ബെറ്റർ ചോയ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. റീസൺ എന്താ? എന്തുകൊണ്ടാ ഇൻവെസ്റ്റ്മെന്റ് എ ആണ് ബെറ്റർ ചോയ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ RR ലെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ബി ആണ് ശരിയായ ആൻസർ എന്ന് പറയാതിരുന്നത്? നിങ്ങൾ പറയുന്നു എ RR കുറവാണ്, അതുകൊണ്ട് എന്താ പറയാ, അതല്ല ബെറ്റർ ചോയ്സ് എന്ന്. സോ ബിക്ക് 6.25% ഇല്ലേ? എന്തുകൊണ്ടാ? ഞാൻ പറയാം. അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഓക്കെ, ഹയർ റിട്ടേൺ വിത്ത് സെയിം ഹോൾഡിംഗ് പീരീഡ് ഇൻ കേസ് ഓഫ് ബി. ഓക്കെ, ഉണ്ട്. ഓക്കെ, പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷനേ ഉള്ളൂ. അതായത് ജസ്റ്റ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമേ, അല്ല NPV ഒന്നും കണ്ടുപിടിക്കാനില്ല. അത്രയും അതായത് ചെറിയ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ, ഞാൻ പറയട്ടെ, നമ്മുടെ കമ്പനി, അതായത് ബെൽക്കൺ കമ്പനിയാണ് ഇല്ലാത്ത കമ്പനിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയായിരുന്നെങ്കിൽ ആ കമ്പനിക്ക് ഏതായിരിക്കും ബെറ്റർ ചോയ്സ് വരിക? അങ്ങനെയാണെങ്കിൽ ആ കമ്പനിക്ക് എ ആയിരിക്കും ബെറ്റർ ചോയ്സ്. കാരണം 5.75% ആണ് റിട്ടേൺ. സോ അവർക്ക് റിസ്ക്കും കുറവായിരിക്കും. അതേസമയം റിസ്ക് എടുക്കാൻ തയ്യാറായ ഒരു കമ്പനി ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള കമ്പനി. അതായത് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ബി ആയിരിക്കും. കാരണം മറ്റേതിനേക്കാൾ റിസ്ക് കൂടുതലാണ്. സോ റിട്ടേൺ കൂടുതലാണ്. അവർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ക്ലിയർ ആയോ? നമുക്ക് അങ്ങനെ ഇവിടെ ഒന്നും സ്പെസിഫൈ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു റിട്ടേണും പീരീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്
ബി ആണ് ബെറ്റർ ചോയ്സ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഇനഫ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടില്ല. പിന്നെ സി പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബി, ഒരിക്കലും അല്ല. കാരണം റിട്ടേൺ ബിക്ക് തന്നെയായിരിക്കും. സോ ദ സ്റ്റേറ്റ്മെന്റ് ഡി ഈസ് റൈറ്റ്. ക്ലിയർ ആയല്ലോ അല്ലെ? അതായത് സിയും ബിയും എന്തുകൊണ്ടല്ല എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇൻ കേസ് ഇവരിപ്പം റിസ്ക് അവേഴ്സ് കമ്പനി ആണ് അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്ന കമ്പനി ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങൾ ആൻസർ പറഞ്ഞതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആൻസർ എന്താ പറയാത്തെ? കേൾക്കുന്നില്ലേ? ആൻസർ എന്താ പറയാത്തെ? അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല റൈറ്റിംഗ് ടൈം നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, ഞാൻ അണ്ടർ റൈറ്റിംഗ് പറയാം, അതിന് ശേഷം നമ്മൾ വായിച്ചു നോക്കാം, എന്നിട്ട് ആൻസർ പറയാം കേട്ടോ. അതായത് അണ്ടർ റൈറ്റിംഗ് സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് പെർഫോം ചെയ്തിട്ട് ആണ് ആണ് ഈ അണ്ടർ റൈറ്റിംഗ് പർച്ചേസ് ചെയ്യും. സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യും, എന്നിട്ട് അവർ റീസെൽ ചെയ്യും. അതായത് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ ബൾക്കായിട്ട് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തിട്ട് അവർ ചെറിയ ചെറിയ സ്മോൾ എമൗണ്ട്സ് ആയിട്ട് റീസെൽ ചെയ്യും. അപ്പോ ഈ വാങ്ങിയിട്ട് കൊടുക്കുന്ന ആ ടൈമിലെ എല്ലാ പ്രൈസ് വരുന്ന എല്ലാ റിസ്കും ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ബോണ്ട് ചെയ്യുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആയിരിക്കും. ഓക്കെ ആയോ? അതായത് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങുന്നു, റീസെല്ലേഴ്സിന് വിൽക്കുന്നു. സോ ഇതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റിനെയാണ് അണ്ടർ റൈറ്റിംഗ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ഇപ്പം ക്ലിയർ ആയെന്ന് തോന്നുന്നു. എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്നൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഒരു കമ്മീഷൻ ആണെന്ന് വിചാരിക്കും. കമ്മീഷൻ പെർസെന്റേജ്, പക്ഷെ അല്ല കൊടുക്കുന്നത്. അതായത് നമ്മൾ വാങ്ങുമ്പോൾ ഒരു പൈസയാണ്, ആ പൈസ റീസെല് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് എന്തെങ്കിലും ആ പ്രോഫിറ്റ് ആണ്. അതായത് അതൊരു പെർസെന്റേജ് എമൗണ്ടിലോ അല്ലെ പെർസെന്റേജ് ബേസിസിലോ ആരും സെല്ലേഴ്സ് കൊടുക്കുന്ന സംഭവമല്ല കേട്ടോ. ആദ്യത്തെ തന്നെ പറഞ്ഞുണ്ടോ, കമ്മീഷൻ പെർസെന്റേജ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് റിസീവ് ഫോർ അണ്ടർ റൈറ്റിംഗ് എ സെക്യൂരിറ്റി ഇഷ്യൂ. അതല്ല, കമ്മീഷൻ ആയിട്ട് കിട്ടുന്നതല്ല. അതായത് ഇവർ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് അണ്ടർ റൈറ്റിംഗ് സ്പ്രെഡ് എന്ന് പറയുന്നത്. വാങ്ങുകയും അതുപോലെ റീസെല് ചെയ്യുകയും ചെയ്യുന്നത് വഴി ഇവർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെയാണ് അണ്ടർ റൈറ്റിംഗ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഇത് ക്ലിയർ ആയല്ലോ? ജസ്റ്റ് അണ്ടർ റൈറ്റിംഗ് സ്പ്രെഡ് എന്താന്ന് നോട്ട് ചെയ്ത് വെച്ചോളാ. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ഇത് വായിക്കുമ്പോൾ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ജസ്റ്റ് വായിക്കുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഈ എ ബി സി എന്തുകൊണ്ട് അല്ല എന്നുള്ള കാര്യം പറയാം. ഓക്കെ, അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകം ബോണ്ടിനെ മറ്റുള്ള ബോണ്ടിൽ നിന്നും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന അല്ലെ ഡിഫറെന്റ് ആക്കി നിർത്തുന്ന ഒരു റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ആൻസർ ദ ബോണ്ട് ഹോൾഡർ ഈസ് ഗ്യാരണ്ടീഡ് ആൻ ഇൻകം ഓവർ ദ ലൈഫ് ഓഫ് ദ സെക്യൂരിറ്റി. ഒരിക്കലുമില്ല. ഇൻകം നമുക്കറിയാം, ഇൻകം ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടൂ. അതിനെയാണ് ഇൻകം ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് അതായത് ആ ലൈഫ് സെക്യൂരിറ്റിയുടെ ലൈഫ് കംപ്ലീറ്റ് ലൈഫിൽ നമുക്ക് ഗ്യാരണ്ടീഡ് ഇൻകം കിട്ടും എന്നാണ് പറയുന്നത്. ഒരിക്കലും കിട്ടില്ല. സെക്കൻഡ് വൺ ബി എന്ന് പറഞ്ഞാല് ബൈ പ്രോമിസിംഗ് എ റിട്ടേൺ ടു ദ ബോണ്ട് ഹോൾഡർ ആൻഡ് ഇൻകം ബോണ്ട് ഈസ് ജൂനിയർ ടു പ്രിഫേർഡ് ആൻഡ് കോമൺ സ്റ്റോക്ക്. ജൂനിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത് എന്താ, ജൂനിയർ എന്ന് പറഞ്ഞിട്ട് അതായത് ജൂനിയർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിഫേർഡ് സ്റ്റോക്കും കോമൺ സ്റ്റോക്കുമാണ് സീനിയർ എന്ന്. അതായത് ദാറ്റ് മീൻസ് പ്രിഫേർഡ് സ്റ്റോക്കിനും കോമൺ സ്റ്റോക്കിനും കൊടുത്തതിന് ശേഷമേ ഇൻകം ബോണ്ടിന് റിട്ടേൺ കിട്ടൂ എന്നാണ് പറയുന്നത്. ഇൻകം ബോണ്ട് പ്രിഫേർഡ് ബോണ്ടിനെയും പ്രിഫേർഡ് സ്റ്റോക്കിനെയും കോമൺ സ്റ്റോക്കിനേക്കാളും ജൂനിയർ ആണെന്ന്. ശരിയാണോ അത്? അല്ല, നമ്മുടെ ഒരു കമ്പനിയിൽ ഏറ്റവും ലാസ്റ്റ് റിട്ടേൺ കിട്ടുന്നവരാണ് പ്രിഫേർഡ് സ്റ്റോക്കും കോമൺ സ്റ്റോക്കും. അവരെക്കാളും ജൂനിയർ ആയിട്ട് വേറെ ആരുമില്ല. കോമൺ സ്റ്റോക്ക് ആണ് ഏറ്റവും ജൂനിയർ, അതിലും ജൂനിയർ വേറെ ഒന്നുമില്ല. സോ അത് തെറ്റാണ്. നിങ്ങൾക്ക് ജൂനിയർ സീനിയർ എന്ന് ഉദ്ദേശിച്ച ടേം എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? ജൂനിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സീനിയർ എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്? പ്രിഫറൻസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇൻകം ബോണ്ട് ജൂനിയർ എന്ന് പറഞ്ഞാൽ താഴെയാണെന്നാണ്, സീനിയർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവലാണ്, ജൂനിയർ എന്ന് പറഞ്ഞാൽ താഴെയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ സി എന്ന് വെച്ചാൽ ഇൻകം ബോണ്ട്സ് ആർ ജൂനിയർ ടു സബോർഡിനേറ്റ് ബട്ട് സീനിയർ ടു ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് സീനിയർ കോമൺ സ്റ്റോക്ക് കോമൺ സ്റ്റോക്കിനെ വെച്ച് നോക്കുകയാണ്. ഇൻകം ബോണ്ട്സ് ആർ ജൂനിയർ ടു സബോർഡിനേറ്റ് ഡെപ്റ്റ്. സബോർഡിനേറ്റ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സുപ്പീരിയർ ഡെപ്റ്റിന് ബോണ്ട്. ഓക്കെ, സോ അതിന്റെ കറക്റ്റ് ആയിരിക്കും സുപ്പീരിയർ ഡെപ്റ്റിനാണ്, ഇൻകം ബോൺസിനല്ല. ആയോ? പറഞ്ഞിരുന്നു സബോർഡിനേറ്റ് ഡെപ്റ്റ് എന്താന്ന് പറഞ്ഞു. അതായത് നമ്മൾ ചെയ്യുന്നത്
അപ്പൊ ഇവർ ആയിരിക്കുന്നത് ശരിക്കും ഏതിനാണ്? ക്ലിയർ ആയോ? ഓക്കെ, സോ സി ക്ലിയർ ആയല്ലോ അല്ലെ. പിന്നെ ഡി പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻകം ബോൺസ് പേ ഇൻട്രസ്റ്റ് ഓൺലി ഇഫ് ദി ഇഷ്യൂയിങ് കമ്പനി ഹാസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കിട്ടിയാൽ മാത്രമേ പേ ചെയ്യുള്ളൂ. അതാണ് റൈറ്റ്. അതാണ് റൈറ്റ്. ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ പറഞ്ഞു തന്നത് ടൈം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. എവിടെയെങ്കിലും ഉപകരിക്കുമെന്ന് ഓർത്താണ് പറയുന്നത്. ഓക്കെ, സോ 5th ക്വസ്റ്റിലേക്ക് പോവാണേ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇൻകം ബോണ്ട്. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഇൻകം ബോണ്ട് അല്ല. ഇൻകം ബോണ്ടും ഡിബഞ്ചറും വ്യത്യാസമാണ്. എല്ലാവരും പറഞ്ഞ ആൻസർ സി ആണ്. ആൻസർ ആണ്. ഈ പറയുന്നത് ഡിബഞ്ചർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ഡെപ്റ്റ് ആണ് ആൻഡ് റാങ്ക് ബിഹൈൻഡ് കൺവേർട്ടബിൾ ബോൺസ്. അങ്ങനെയൊന്നുമില്ല. കൺവേർട്ടബിൾ ബോൺസ് എല്ലാം ഈക്വലി റാങ്ക്ഡ് തന്നെയാണ്. അല്ലാതെ ബിഹൈൻഡ്, അതായത് സബോർഡിനേറ്റ് ഡെപ്റ്റ്, അതായത് ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഒരു സബോർഡിനേറ്റ് ഡെപ്റ്റ് അല്ല, അല്ലെങ്കിൽ അത് കൺവേർട്ടബിൾ ബോണ്ടിനെക്കാളും റാങ്ക് കുറഞ്ഞതല്ല, അവിടെ നിൽക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എല്ലാ ഡിബഞ്ചേഴ്സും അല്ലെങ്കിൽ എല്ലാ ബോൺസും ഒക്കെ ഈക്വലി റാങ്ക്ഡ് ആണ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ട് സെക്യൂർഡ് ബൈ ദി ഫുൾഫില്ലിംഗ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ദി ഇഷ്യൂ. അതാണ് ഡിബഞ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂർഡ് ബൈ ദി ഫുൾഫില്ലിംഗ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ദി ഇഷ്യൂ. അതായത് അവിടെ സെക്യൂരിറ്റി ഒന്നും വെക്കുന്നില്ല, വേറെ സെക്യൂരിറ്റി ഒന്നുമില്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്താണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഇഷ്യൂ ചെയ്യുന്ന ഫേമിന്റെ എന്താ അതിന്റെ ഇഷ്യൂ ചെയ്യുന്ന അല്ലാതെ സെക്യൂരിറ്റി ആയിട്ടൊന്നും കൊടുക്കുന്നൊന്നുമില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോം ഓഫ് ലീസ് ഫിനാൻസിംഗ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ലീസ് ഫിനാൻസിംഗ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ, പാട്ടത്തിന് എടുക്കുന്നതാണ്. അതിന് ഡിബഞ്ചറുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലാവാത്തോണ്ടോ? ഓക്കെ, സോ 6th ക്വസ്റ്റിനിലേക്ക് പോവാണേ. നോക്കിയിട്ട് ആൻസർ പറയാം കേട്ടോ. ആൻസർ പറഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ. പറയൂ. ആരും പറഞ്ഞ സെയിം ആണ്. മനസ്സിലാവും. സി ആണ് കറക്റ്റ്. സോ ഓക്കെ, ഓഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ, ഓഡിയോ ക്ലിയർ ആവുന്നില്ലേ? ഇപ്പൊ എങ്ങനെ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ?
സോ സീരിയൽ ബോണ്ട് നിങ്ങൾക്ക്, അതായത് ഇപ്പൊ എസ് പറയുന്നത് നിർത്തിക്കൂ. ഇനി സീരിയൽ ബോണ്ട് നിങ്ങൾക്ക് അറിയാവോ? സീരിയൽ ബോണ്ട്സ് എന്താണെന്ന് അറിയാവോ? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് അല്ലെങ്കിൽ ജസ്റ്റ് എന്താന്ന് പറയണോ? ടൈം ആയതുകൊണ്ട് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ. സീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മള് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് എപ്പം ഡിസൈഡ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ? എന്റെ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്കില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നെറ്റിന്റെ പ്രശ്നമായിരിക്കാം. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് എന്നോട്. 1-2 ആൾക്കാർ മാത്രമേ ബ്രേക്ക് ആവുന്നു എന്ന് പറയുന്നുള്ളൂ. സോ ഐ തിങ്ക് നിങ്ങളുടെ ഇഷ്യൂ ആകാം. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. സോ സീരിയൽ ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് ഒരാൾക്ക് അയാളുടെ ഒരു ചൈൽഡ്, അതായത് അയാളുടെ കുട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ കുട്ടിക്ക് ഒരു ചെറിയ കുട്ടിയാന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു 6 വയസ്സുള്ള കുട്ടിയാണ്. സോ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള, അതായത് കോളേജ് ഒക്കെ പഠിക്കാനുള്ള സമയമാകും. ഓക്കെ. ഒരു 16-18 വയസ്സാകുമ്പോഴത്തേക്കും കോളേജിലൊക്കെ പോകാനുള്ള സമയമാവും. അപ്പോ ആ ടൈമിലേക്ക് ആ ടൈമിലെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സീരിയൽ ബോണ്ട് മെച്യൂർ ഡേറ്റ് 10 വർഷം കഴിഞ്ഞ് തീരുമാനിക്കും. അതായത് ഒന്ന് പറയാം. അതായത് നമുക്കൊരു ഫിനാൻഷ്യൽ ഒരു നീഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് മുൻകൂട്ടി അറിയാം, ഇപ്പൊ ഒരു പെങ്കോസ് ആണെങ്കിൽ ഒരു 20 കൊല്ലം കഴിയുമ്പം അവർക്ക് മാരേജിന് ഉള്ള സമയമായാലും മാരേജ് അപ്പൊ എന്ത് ചെയ്യും? ആ സമയത്തെ റിക്വയർമെന്റ്സിന് വേണ്ടി ഈ ബോണ്ടിന്റെ മെച്യൂരിറ്റി ഡേറ്റ് 20 കൊല്ലം കഴിഞ്ഞിടും. ദാറ്റ് മീൻസ് 20 കൊല്ലം കഴിയുമ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഈ ബോണ്ട് മെച്യൂർ ആകും. ഇതിന്റെ പൈസ ഇവർക്ക് കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അതായത് ഈ ബോണ്ട് എന്ന് മെച്യൂർ ആകണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്. ഇപ്പൊ നമ്മുടെ 10 വർഷം കഴിഞ്ഞ ഒരു ആവശ്യത്തിന് വേണ്ടി മുൻകൂട്ടി കണ്ട് നമുക്ക് 10 വർഷം എന്ന ഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ 10 വർഷം മെച്യൂരിറ്റി പീരീഡ് സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ ചില സമയത്തൊക്കെ ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കില്ലേ? അതായത് പിന്നീട് കുറച്ച് കാലത്തേക്ക് കുറെ കാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഈ ചിട്ടി കുറികളൊക്കെ കൂടില്ലേ? അതായത് 10 വർഷം കഴിഞ്ഞ്. എടാ ആരോ എന്തോ ചോദിച്ചു. മാം, ഈ ബോണ്ട് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുമോ ബിഫോർ മെച്യൂരിറ്റി? ഈ ബോണ്ട് നമുക്ക് ബിഫോർ മെച്യൂരിറ്റി റിഡീം ചെയ്യാൻ പറ്റുമോ? സീരിയൽ ബോണ്ട്സ് ഇല്ല ഇല്ല ഇല്ല, ബിഫോർ മെച്യൂരിറ്റി അല്ല. അത് നമുക്കുള്ള ഓപ്ഷൻ തരുന്നത് നമ്മുടെ എന്താ പറയാ, നമുക്ക് വേണ്ട സമയത്തിനനുസരിച്ച്. അതായത് നമ്മള് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയാണ്. നമുക്ക് ഷുവർ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് എന്തായാലും 10 കൊല്ലം കഴിയുമ്പോൾ കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ എന്തായാലും 10 കൊല്ലം കഴിയുമ്പോൾ കോളേജിൽ പോകണം. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടിയാണ് സീരിയൽ ബോണ്ട്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ചെയ്യാൻ പറ്റത്തില്ല ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ആ മെച്യൂരിറ്റി പീരീഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെച്യൂരിറ്റി പീരീഡിലെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വൺസ് മെച്യൂരിറ്റി പീരീഡ് സെലക്ട് ചെയ്ത് അത് ഏത് ബോണ്ടിലാണെങ്കിലും മെച്യൂരിറ്റി പീരീഡിന് അല്ലെങ്കിൽ പൈസ കുറച്ചാണല്ലോ സാധാരണ റിഡീം ചെയ്യാൻ പറ്റുന്നത്. നോർമലി സീരിയൽ ബോണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബോണ്ട്സ് ആണ്. ക്ലിയർ ആയോ? അതായത് ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബോണ്ട്സ് ആണ് സീരിയൽ ബോണ്ട്സ്.
ക്ലിയർ ആയോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. പറഞ്ഞു കഴിഞ്ഞോ? എല്ലാരും ആൻസർ പറഞ്ഞു കഴിഞ്ഞോ? പറയാത്ത ആൾക്കാര് പറഞ്ഞു. ആഷ്ലി ആൻസർ പറഞ്ഞോ? ആഷ്ലി, ഹരിജിത്ത്, ഹരിശങ്കർ ഒക്കെ ഓക്കെ. ബിബിത, ജെയിൻ, നവീൻ ഒക്കെ ആൻസർ ഓക്കെ. സോ ആൻസർ നിങ്ങൾ എല്ലാരും പറഞ്ഞിരിക്കുന്നത് ബി ആണ്. എനിക്ക് തോന്നുന്നു സീറോ കൂപ്പൺ ബോണ്ട് എടുത്തതല്ലേ? ബോണ്ട് എടുത്തതല്ലേ? എന്തായാലും ആൻസർ തെറ്റാണ്. ശരിക്കുള്ള ആൻസർ ഡി ആണ് കേട്ടോ. ബി ആണ് എല്ലാരും പറഞ്ഞത്. ശരിക്കുള്ള ആൻസർ ഡി ആണ്. ചോദിച്ചത് സീറോ കൂപ്പൺ ബോണ്ടിന്റെ അഡ്വാൻറ്റേജ്. എന്തോ കൂപ്പൺ ബോണ്ട് എന്താ? സീറോ കൂപ്പൺ ബോണ്ട് എന്താന്ന് പറയണോ? അതിനെ കുറിച്ച് പറയണോ? കേൾക്കുന്നില്ലേ? ഓക്കെ. സോ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അത് എല്ലാ പീരീഡിലും നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടാത്ത ബോണ്ടുകളാണ്. അതായത് നമ്മൾ ഒരു ഹ്യൂജ് ഡിസ്കൗണ്ടിലായിരിക്കും ഈ സാധനം വാങ്ങുന്നത്. ഓക്കെ. അതായത് സാധാരണ ബോണ്ടിനേക്കാളും വളരെ വിലക്കുറഞ്ഞായിരിക്കും നമ്മൾ ഈ ബോണ്ട് വാങ്ങുന്നത്. ആക്ച്വൽ പ്രൈസിനേക്കാളും നല്ല വിലക്കുറവിലായിരിക്കും ഈ ബോണ്ട് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ടിന് പീരിയോഡിക് ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നില്ല. ഓക്കെ. പക്ഷേ ഒരു 100 രൂപയുടെ ബോണ്ടാന്ന് വിചാരിക്കുക. നമ്മളത് 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ. 100 രൂപയുടെ ബോണ്ട് നമ്മൾ സീറോ കൂപ്പൺ, ഒറിജിനൽ പ്രൈസ് 100 രൂപയാണ്. ഓക്കെ. സീറോ കൂപ്പൺ ബോണ്ട് ആവുന്നത് അത് ഹൈ ഡിസ്കൗണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ 50 രൂപയ്ക്കാണ് വിൽക്കുന്നത് വിചാരിക്കുക. അപ്പോ ഇതിന്റെ 2 ഇയേഴ്സിലേക്ക് വേണ്ടിയാന്ന് വിചാരിക്കാം. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് 50 ഡിസ്കൗണ്ടിലല്ല നമ്മൾ ഈ ബോണ്ട് വിൽക്കുന്നത്. അപ്പം ഈ 50 രൂപേനെ ബോണ്ടിന്റെ മെച്യൂരിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യും. അതായത് 50 രൂപയാണ് 2 വർഷത്തേക്കാണ്. സോ 50 ഡിവൈഡ് ബൈ 2, 25 ആയിരിക്കും ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മളത്
നോൺ ക്യാഷ് ആണ്. നമ്മൾ ക്യാഷ് ആയിട്ട് എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ക്ലിയർ ആയോ? അതായത് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു, അതായത് അമോർട്ടൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എല്ലാ വർഷവും കാണിക്കുന്നുണ്ട്. ഇപ്പം 10 കൊല്ലത്തെ ആണെങ്കിൽ 50/10 ചെയ്യും. ക്ലിയർ ആയോ? അതായിരിക്കും ഇൻട്രസ്റ്റ്. എത്രയാണോ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആയിരിക്കും അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നില്ല. കാരണം 100 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് കൊടുത്ത് അവർ ഓൾറെഡി അത് അഡ്വാൻറ്റേജ് എടുത്തു. ഇൻട്രസ്റ്റിന് പകരമുള്ള അഡ്വാൻറ്റേജ് അവർ എടുത്തു കഴിഞ്ഞു. സോ നമ്മൾ ബട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട് ഇത്രയാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതൊരു എന്താ റെസ്പോണ്ട് ചെയ്യാതെ? ഡിപ്രീസിയേഷന് വേണ്ടി നമ്മൾ എന്തെങ്കിലും എമൗണ്ട് പോകുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്, അതായത് ഇത്ര ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്തതെന്ന്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി അഡ്വാൻറ്റേജ് കൊടുത്തതാണ്. സോ ഏതായിരിക്കും ആൻസർ? ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഇപ്പം പറഞ്ഞത് ക്ലിയർ ആയെങ്കിൽ അത് ക്ലിയർ ആയത് വെച്ച് വായിച്ചിട്ട് ഒന്ന് ആൻസർ പറഞ്ഞേ. ഓക്കെ. സോ എല്ലാവരും ഡി എന്നാണ് പറഞ്ഞത്. ആൻസർ ഡി എന്ന് പറഞ്ഞത് ശരിയാണ്. ഡി ആണ് ഇതിന്റെ ആൻസർ. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്ന സംഭവം ക്ലിയർ ആയോ? ആ ടൈം ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, ഇനി ഇതില് നിങ്ങൾക്ക് ഡൗട്ട് എന്നല്ല. ഓക്കെ, APR എന്ന്. ഓക്കെ, അതായത് ഞാൻ പറയാൻ വരുമായിരുന്നു APR ആണ്. അതായത് ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നുണ്ട് ഇതില്. പക്ഷേ ഇവിടെ APR മെത്തേഡ് പെർസെന്റേജിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. ആനുവൽ പെർസെന്റേജ് എന്നാണ് പീരീഡ്. അത് സ്ട്രേറ്റ് ലൈൻ ബേസിസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. APR എന്താണെന്ന് ക്ലിയർ ആയോ? APR എന്ന് പറഞ്ഞാൽ ആനുവൽ പെർസെന്റേജ് റേറ്റ്. ദാറ്റ് മീൻസ് ഒരു സെർട്ടൻ പെർസെന്റേജിന്റെ ബേസിലാണ് നമ്മൾ പേ ചെയ്യുന്നതെന്ന്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ല, സ്ട്രേറ്റ് ലൈൻ ബേസിസിലാണ്. തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാണ്, ഈക്വലി ഡിവൈഡ് ചെയ്യാണ് ഡിസ്കൗണ്ടിനെ. കൺഫ്യൂഷൻ ആയോ? ക്ലിയർ ആയോ? ഓ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കിക്കോ. 8th ക്വസ്റ്റ്യന്റെ ഫുൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴോ?
ആൻസർ കിട്ടിയില്ല ആർക്കും? ഓക്കെ, ആൻസർ പറയൂ. ഓക്കെ, എത്ര പേര് ഈ ക്വസ്റ്റ്യൻ മൊത്തം വാങ്ങി? അല്ല, സോറി, എത്ര പേര് ഈ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചു? ഇത് മൊത്തം വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഈ ലാസ്റ്റ് വൺ ലൈൻ ഇതിലൊന്നുമില്ല, ജസ്റ്റ് വായിച്ചാൽ മതി. ലാസ്റ്റ് വായിച്ചാൽ ഓക്കെ, ലാസ്റ്റ് ആണ് വായിച്ചത്. ഫ്രം ദി വ്യൂ പോയിന്റ് ഓഫ് ദി ഇൻവെസ്റ്റർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ദ ലീസ്റ്റ് റിസ്ക്. ഞാൻ അതിനു വേണ്ടി മാത്രം ഇട്ടതാണ് ഈ ക്വസ്റ്റൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര വായിക്കുമെന്ന് അറിയാൻ വേണ്ടി തന്നെ ഇട്ട ക്വസ്റ്റൻ ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അതായത് ജനറൽ കേസിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലാതെ ആ പാരഗ്രാഫ് ബേസ് ആയിരിക്കില്ല ക്വസ്റ്റ്യൻ വരുന്നത്. സോ എപ്പോഴും ലാസ്റ്റ് വൺ ലൈൻ വായിക്കാൻ നോക്കുക. അപ്പം ഇത് മോർഗേജ് ബോണ്ട് ആണ്. ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു 2 വട്ടമെങ്കിലും ഡിസ്കസ് ചെയ്തതാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഓക്കെ, നവീൻ വർഗീസ്. ഓക്കെ, പറഞ്ഞു ആൻസർ. ഹരിജിത്ത്, ഹരിശങ്കർ. ഓക്കെ, ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എളുപ്പമാണ്. ഡിബെഞ്ചർ ബോണ്ട്, ഡിബെഞ്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഡീപ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഇൻകം ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, പേയ്മെന്റ്, അതായത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുന്നത്, റിസ്കി ആണ്. സെക്യൂർഡ് ബോണ്ട് എന്ന് വെച്ചാൽ അതായത് ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഇൻ കേസ് ഇൻട്രസ്റ്റ് പേ ചെയ്തില്ലെങ്കിൽ അവർക്ക് ആ സെക്യൂരിറ്റി യൂസ് ചെയ്യാം. അതായത് സെക്യൂരിറ്റി ആയിട്ട് ചിലപ്പോൾ അസറ്റ് ആയിരിക്കും വെക്കുന്നത്, അത് യൂസ് ചെയ്യാം. ഓക്കെ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണേ. കാണുന്നുണ്ടല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ മൊത്തം കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി ആൻസർ ചെയ്യാനുണ്ടല്ലോ. ഹരിശങ്കർ നന്ദിനെ ആൻസർ ചെയ്തോ? നവീൻ, ജെയിൻ ആൻസർ ചെയ്തോ? ടെബിൻ, ഓക്കെ. ഓക്കെ, സോ ഇതെല്ലാവരും പറഞ്ഞത് ശരി ഉത്തരമാണ്, ശരി ആൻസർ തന്നെയാണ്, ശരിയായ ആൻസർ തന്നെയാണ്. സി ആണ് ആൻസർ.
അതായത് സി പറഞ്ഞത് സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും. ഫോർത്ത് ഒന്ന് കണ്ടത് ഫിഫ്ത്ത്. So the coupon rate on the bond is greater than that of market rate of interest. അടുത്തത് the bond sells at a premium. ഇതിന്റെ അതായത് ഇതിന്റെ കൺസെപ്റ്റ് പറയേണ്ട ആവശ്യമുണ്ടോ? മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതായത് ഇതിന്റെ കൺസെപ്റ്റ് ഏതാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാവർക്കും അറിയാവുന്നതാണോ? പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. അതായത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടിന് ഒരു പ്രൈസ്, അതായത് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം, 1000 ആണ് പ്രൈസ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 5% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഒരു ബോണ്ട്, ആ ബോണ്ടിന്റെ വാല്യൂ ഫേസ് വാല്യൂ 1000 ആണ്. ആ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5%. നമ്മുടെ കയ്യിലുള്ള ബോണ്ടാണേ, നമ്മുടെ കയ്യിലുള്ള ബോണ്ട് എന്ന് ആലോചിക്കണം. നമ്മുടെ കയ്യിലുള്ള ഒരു ബോണ്ട്, ആ ബോണ്ടിന് 1000 ആണ് ഇതേ 1000 റുപ്പീസിന്റെ സെക്യൂരിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 1000 റേറ്റിന്റെ സെക്യൂരിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാർക്കറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ കയ്യിലുള്ളതിന് 5% ആണ് ഇൻട്രസ്റ്റ്, മാർക്കറ്റിലുള്ളതിന് 4% ആണ് ഇൻട്രസ്റ്റ്. ഏത് സെക്യൂരിറ്റി ആയിരിക്കും കൂടുതൽ റിട്ടേൺ ഏത് സെക്യൂരിറ്റി ഇൻവെസ്റ്റ് ചെയ്താലായിരിക്കും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും, എന്നാലേ എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എക്സാമ്പിൾ ക്ലിയർ ആയോ? അതായത് നമ്മുടെ കയ്യിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോണ്ട് ഉണ്ട്. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5% ആണ്. മാർക്കറ്റിൽ സെയിം കൈൻഡ് ഓഫ് ബോണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് 4% ആണ്. ഏത് ബോണ്ടിനായിരിക്കും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്? 5%. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലുള്ള ബോണ്ടിനായിരിക്കും. സോ ആൾക്കാർ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെ വാങ്ങാൻ താല്പര്യപ്പെടുന്നതും നമ്മുടെ ബോണ്ടായിരിക്കും. എവിടെയാണോ കൂടുതൽ റിട്ടേൺ അവിടുന്ന് വാങ്ങാനായിരിക്കുമല്ലോ എല്ലാവർക്കും താല്പര്യം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇതിന് ഡിമാൻഡ് കൂടി നിൽക്കുക, കാരണം അവിടത്തെക്കാളും ഇൻട്രസ്റ്റ് നമുക്കുണ്ട്, നമ്മുടെ ഇതിന് ഡിമാൻഡ് കൂടുതൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് 1000 എന്ന ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ പൈസക്ക് വിൽക്കാൻ പറ്റും. കൂടുതൽ പൈസക്ക് വിറ്റാലും ആൾക്കാർ അത് എടുക്കും, കാരണം ഇൻട്രസ്റ്റ് കൂടുതൽ നമുക്കാണ്. സോ അങ്ങനെ നമ്മൾ 1000 എന്നുള്ള സെക്യൂരിറ്റീസ് 1125 വിൽക്കും. ക്ലിയർ ആയോ? നമ്മുടെ ഇതിന് ഡിമാൻഡ് കൂടുതലാണ്, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കാണ് കൂടുതൽ. സോ നമ്മുടെ ഒറിജിനൽ പ്രൈസിനേക്കാളും കൂടിയ വിലയ്ക്ക് നമ്മൾ വിൽക്കും. വിറ്റാലും നമ്മൾ അങ്ങനെ കൂടിയ പൈസക്ക് വിറ്റാലും അത് വിറ്റുപോകും. അപ്പൊ അങ്ങനെ വിൽക്കുന്നതിനെയാണ് നമ്മൾ പ്രീമിയത്തിൽ വിൽക്കുക എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം പ്രീമിയത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ബോണ്ടിന്റെ കൂപ്പൺ റേറ്റ്, നമ്മുടെ കയ്യിലുള്ള ബോണ്ടിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? പ്രീമിയത്തിന്റെ കാര്യം പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ. സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ നമ്മുടെ സെയിം കൈൻഡ് ഓഫ് ബോണ്ട് 1000 വാല്യൂ ഉള്ള ബോണ്ടാണ്. സോ മാർക്കറ്റിൽ അതിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8% ആണ് മാർക്കറ്റിൽ കിട്ടുന്ന റിട്ടേൺ.
മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 8% ആണ്. നമ്മുടെ കയ്യിലുള്ള ബോണ്ടിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5% ആണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ളത് 5% ആണ്, മാർക്കറ്റിലുള്ളത് 8% ആണ്. കൂടുതൽ റിട്ടേൺ കിട്ടുന്നിടത്തല്ലേ ആൾക്കാർ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾ നോക്കുമ്പോൾ 1000 രൂപ കൊടുത്ത് 5% ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടേത് വാങ്ങുന്നതാണോ അതോ 1000 രൂപ കൊടുത്ത് 8% ഇൻട്രസ്റ്റ് കിട്ടുന്ന മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റി വാങ്ങുന്നതാണോ ലാഭം? ഏതിനായിരിക്കും റിട്ടേൺ കൂടുതൽ കിട്ടുന്നത്? 8% മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും മാർക്കറ്റേ വാങ്ങുള്ളൂ, നമ്മുടെ സെക്യൂരിറ്റീസ് വിറ്റ് പോവില്ല. അപ്പം നമ്മുടെ സെക്യൂരിറ്റീസ് വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1000-ലും വില കുറച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അതായത് നമ്മുടെ ബോണ്ടിന് ഡിമാൻഡ് ഇല്ല, ഡിമാൻഡ് ഇല്ലെങ്കിൽ അതിന്റെ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് എന്തായാലും കുറയും. സോ നമ്മൾ ഒരു 900-ന് അത് സെയിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മുടെ ഒറിജിനൽ പ്രൈസിനേക്കാളും അല്ലെ ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂവിൽ വിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യാന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം 1000 ആണ് നമ്മൾ ബോണ്ട് സെൽ ചെയ്യുന്നത്, 1125-നാണ്. ദാറ്റ് മീൻസ് ഒറിജിനൽ പ്രൈസിനേക്കാളും കൂടിയ വിലക്കാണ്. കൂടിയ വിലക്കാണെന്ന് പറഞ്ഞാൽ നമ്മുടേതിനായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ, നമ്മുടേതിനായിരിക്കും ഡിമാൻഡ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ പ്രീമിയത്തിലാണ് വിൽക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒന്നാമത് പറയുന്ന മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കൂപ്പൺ റേറ്റ് ഓഫ് ബോണ്ട്. അതായത് നമ്മുടെ ബോണ്ടിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിനാണെന്ന്. ആ സിറ്റുവേഷൻ ഏതാ? ഡിസ്കൗണ്ട് വിൽക്കുന്ന സിറ്റുവേഷൻ ആണത്. അപ്പൊ അതല്ല. രണ്ടാമത് പറയുന്നത് കൂപ്പൺ റേറ്റ് ഓൺ ദ ബോണ്ട്, അതായത് നമ്മുടെ കയ്യിലുള്ള ബോണ്ടിന്റെ റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതലാണെന്ന്. സോറി, മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതലാണ് നമ്മുടെ കയ്യിലുള്ള ബോണ്ടിന്റെ കൂപ്പൺ റേറ്റ്. സോ നമുക്കത് പ്രീമിയത്തിൽ വിൽക്കാം. അത് കറക്റ്റ് ആണ്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് രണ്ടും സെയിം ആകുന്ന സിറ്റുവേഷൻ. രണ്ടും സെയിം ആകുന്ന സിറ്റുവേഷനിൽ ഇൻഡിഫറൻസ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. നാലാമത്തെ കേസ് ദ ബോണ്ട് സെൽസ് അറ്റ് എ പ്രീമിയം. അതായത് 1000 ഉള്ളത് 1125-ന് വിറ്റു, ദാറ്റ് മീൻസ് അത് പ്രീമിയത്തിലാണ് വിറ്റത്. ബോണ്ട് സെൽസ് അറ്റ് ഡിസ്കൗണ്ട് അല്ല. 1000 എന്നുള്ളത് 900-നാണ് വിറ്റതെങ്കിൽ നമുക്ക് പറയായിരുന്നു ബോണ്ട് സെൽസ് അറ്റ് ഡിസ്കൗണ്ട്. ക്ലിയർ ആയോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഓക്കെ. പിന്നെ സ്പീഡ് കൂടുതലാണോ? ശരി, ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്നാലും ഓക്കെ. ആൻസർ എല്ലാവർക്കും അറിയാം, ഡി ആണെന്ന്. ഓക്കെ, എല്ലാവരും പറഞ്ഞു ഡി ആണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സ്റ്റേറ്റഡ് കൂപ്പൺ റേറ്റ് മസ്റ്റ് ബി മോർ ദാൻ റിക്കവർഡ് മാർക്കറ്റ് റേറ്റ്. മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ കയ്യിലുള്ളതിന്റെ. അപ്പൊ നമ്മൾ പ്രീമിയത്തിൽ വിൽക്കും. സോ ഇതിൽ എ എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താ പറയുന്നത്? സ്റ്റേറ്റഡ് കൂപ്പൺ റേറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ റിക്വയർഡ് മാർക്കറ്റ് റേറ്റ്. ദാറ്റ് മീൻസ് ഡിസ്കൗണ്ടിലാണ് വിറ്റത്. ക്ലിയർ ആയോ? ഇനി ബി എന്ന് പറഞ്ഞ എന്താ? നോമിനൽ റേറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഈൽഡ്. ഈ നോമിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നോമിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോമിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? അറിയില്ലേ? നോമിനൽ റേറ്റ് അല്ലെങ്കിൽ ഓക്കെ, ഒരാൾ പറഞ്ഞു ഈൽഡ് മാർക്കറ്റ് റേറ്റ് ആണ്. റൈറ്റ് ആണ്, ഈൽഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റേറ്റ് ആണ്. സോ നോമിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നില്ല സ്റ്റേറ്റഡ് കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ
നമ്മുടെ സെയിം, അതായത് നമ്മുടെ കയ്യിലുള്ള ഇതിന്റെ റിട്ടേണിനെ പറയുന്നതാണ്, സോറി, നമ്മുടെ കയ്യിലുള്ള കൂപ്പണിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ പറയുന്നതാണ് നോമിനൽ റേറ്റ്. അതായത് സ്റ്റേറ്റഡ് കൂപ്പൺ റേറ്റും നോമിനൽ റേറ്റും സെയിം ആണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജസ്റ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇൻ കേസ് ഇപ്പം ഇതേ ക്വസ്റ്റിന് തന്നെ ചിലപ്പോൾ പറയുന്നത് നോമിനൽ റേറ്റ് എന്നായിരിക്കും. അതായത് നോമിനൽ റേറ്റ് മസ്റ്റ് ബി മോർ ദാൻ ദി ഈൽഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കത്തില്ല. മനസ്സിലായോ? സോ ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ അതിന് വേറെ നെയിംസ് ഉണ്ടെങ്കിൽ അതും കൂടെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. സോ നോമിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റഡ് കൂപ്പൺ റേറ്റ് ആണ്. ഈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റ് ആണ്. സോ നോമിനൽ റേറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഈൽഡ്. അതായത് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവാകുന്ന സിറ്റുവേഷൻ ഡിസ്കൗണ്ട് ആണ്. അതായത് എ എന്ന് പറഞ്ഞതും ബി എന്ന് പറയുന്നതും സെയിം കാര്യമാണ് പറയുന്നത്. ക്ലിയർ ആയോ? പേര് മാറ്റി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, സെയിം കാര്യമാണ് പറയുന്നത്. ഓക്കെ. സോ സിയിൽ നിങ്ങൾ ബോണ്ട് പർച്ചേസ് പ്രൈസ്, ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ബോണ്ട്. ബോണ്ട് പർച്ചേസ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നോർമലായിട്ട് സിമ്പിൾ കാര്യമാണ്. ബോണ്ട് പർച്ചേസ് പ്രൈസ് എന്ന് വെച്ചാല് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള അതിന്റെ ഫേസ് വാല്യൂനെയാണ്, അതായത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിലുള്ള ബോണ്ടിന്റെ ഫേസ് വാല്യൂനെയാണ് ബോണ്ട് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അതായത് ബോണ്ട് പർച്ചേസ് പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുമല്ലോ ആ ടൈമിൽ നിയമം എന്താന്ന് മാത്രം പറഞ്ഞേ ഉള്ളൂ. ഹൈ ഡൗട്ട് ചോദിച്ചു. ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 12th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിമ്പിൾ ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് നോട്ട് എന്ന് വെച്ചാലും അല്ലെങ്കിൽ ചാറ്റേൽ മോർഗേജ് എന്ന് വെച്ചാലും ഫിനാൻഷ്യൽ ലീസ് ഒക്കെ എന്താണെന്ന് അറിയോ? ആ ടേംസ് നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. അറിയോ? നിങ്ങൾക്ക് അറിയോ? No. നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ഷോർട്ട് ടൈമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ എന്തായാലും മെച്യൂരിറ്റി ഡേറ്റ് ഇയേഴ്സ് ആവില്ല കേട്ടോ. ഷോർട്ട് ടൈം ആണ്, ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഡേയ്സിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിനെയാണ് നോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് എല്ലാം നോട്ട് എന്ന് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റൈറ്റ്, അതായത് എഴുതി വെക്കുക. ക്ലിയർ ആയില്ല? നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് സാധാരണ നമ്മൾ ചെറിയ പൈസക്ക് വേണ്ടി കുറച്ച് കാലത്തേക്ക് ഇഷ്യൂ ചെയ്യുന്ന കാര്യമില്ലേ, അതായത് പെട്ടെന്നുള്ള ഷോർട്ട് ടൈം നീഡ്സിന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് നോട്ട് എന്ന് പറയുന്ന സാധനം.
അതായത് അതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, അതായത് ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ബോണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്, അതായത് ലോങ് ടൈമിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ആവശ്യമുള്ള ഷോർട്ട് ടൈം നീഡ്സിന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ് ആണ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിന് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 90 days ആണ് അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ്സ്. ക്ലിയർ ആയോ? വോയിസ് ബ്രേക്ക് ആവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ എന്താ റിപ്ലൈ തരാത്തെ? ക്ലിയർ ആവുന്നുണ്ടോ? എഴുതി വെക്കുക കേട്ടോ, നോട്ട് എന്ന് വെച്ചാൽ എന്താണ് എല്ലാം നോട്ട് എന്ന് വെച്ചാൽ. ഇനി ചാറ്റൽ മോർഗേജ്. ചാറ്റൽ മോർഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും, അതായത് സെക്യൂർഡ് ബോണ്ട് ഒക്കെ പോലെ ഒരു സെക്യൂരിറ്റി വെക്കുന്നുണ്ടാവും. സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നത്. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് മൂവ് ചെയ്യുന്നത്, അതായത് ഇൻവെന്ററി അങ്ങനത്തെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് ചാറ്റൽ മോർഗേജ് ബോണ്ട് എന്ന് വെച്ചാൽ മൂവബിൾ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ചാറ്റൽ മോർഗേജ്. ഓക്കെ, ഇത് ഷോർട്ട് പീരീഡ് ആണ്. കാരണം ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മൂവ് ചെയ്യുന്നതാണ്. ഇൻവെന്ററി ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ ഇരിക്കുവോ? ഇരിക്കില്ല. സോ ഷോർട്ട് ടൈമിന് വേണ്ടി ഉള്ളതാണ് ചാറ്റൽ മോർഗേജ്. ക്ലിയർ ആയോ? ചാറ്റൽ മോർഗേജ് എന്ന് വെച്ചാൽ മൂവബിൾ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഷോർട്ട് പീരീഡിന് വേണ്ടിയാണ്. ഒരു മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി ആണ്. ഓക്കെ, സോ ഡി നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഫിനാൻഷ്യൽ ലീസ് എന്താണെന്ന് അറിയാൻ പാടില്ലേ? ഫിനാൻഷ്യൽ ലീസ് ആവശ്യമില്ലല്ലോ. വരുന്നില്ലല്ലോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. 9 o'clock ആയി, നമുക്ക് 9 ആകുമ്പോഴത്തേക്ക് നിർത്തണം. സോ നിങ്ങൾ വായിച്ചിട്ട് മാക്സിമം പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ ആരും ആൻസർ പറഞ്ഞത് ഡി ആണ്. ഈ പ്രൊട്ടക്റ്റീവ് ക്ലോസസ് എന്ന് വെച്ചാൽ അത് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? പ്രൊട്ടക്റ്റീവ് ക്ലോസസ് എന്താന്ന് അറിയോ? ആണ് പ്രൊട്ടക്റ്റീവ് ക്ലോസസ് ആയിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ക്ലോസസ് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഓക്കെ, സോ പ്രൊട്ടക്റ്റീവ് ക്ലോസസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബൈ ദ ബോണ്ട് ഹോൾഡർ. എക്സാക്ട്ലി. ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബൈ ദ ബോണ്ട് ഹോൾഡർ അല്ല. അയച്ചത് എന്തായിരുന്നു? ബോണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് പറയാം. പ്രൊട്ടക്റ്റീവ് ഒന്നുമല്ല, അതായത് ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പം നമ്മൾ ഒരു സെക്യൂരിറ്റി വെക്കാന്ന് വിചാരിക്കാം. എന്താ പറയാ, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മള് ആ ഇഷ്യൂ ചെയ്യുന്ന ആളോട് നമ്മൾ പറയും, അതായത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അതിനെയാണ് പ്രൊട്ടക്റ്റീവ് ക്ലോസസ് എന്ന് പറയുന്നത്. അത് മറ്റൊന്നിനുമല്ല, ഇവർക്കൊരു പേടി ഉണ്ടാവും, ഇതിന്റെ റീപേയ്മെന്റ് കിട്ടും, ഇൻട്രസ്റ്റ് കറക്റ്റായി കിട്ടുമോ എന്നൊരു പേടി ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് കണ്ടീഷൻസ് വെക്കും. ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്തിരിക്കണം എന്ന് കുറച്ച് കണ്ടീഷൻസ് വെക്കും. അതിനെയാണ് പ്രൊട്ടക്റ്റീവ് ക്ലോസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അതിന് പറയാൻ പറ്റുന്നത്, ഒന്നാമത്തത് ഇപ്പം, അതായത് ഇവരുടെ അസറ്റുകളൊന്നും
വിൽക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ വെക്കും. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുടെ അസറ്റുകളൊന്നും വിൽക്കാൻ പാടില്ല എന്നൊരു അവർക്ക് വേണ്ടി ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നവരോട് ഒന്നും വിൽക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ വെക്കും. അതായത് നമ്മുടെ ബോണ്ട് അതായത് ഇഷ്യൂ ചെയ്തിട്ട് അതൊരാൾ വാങ്ങുമല്ലോ, അപ്പൊ അയാൾ ആ വാങ്ങുന്ന ആളൊരു കണ്ടീഷൻ വെക്കുവാണ്, നിങ്ങളുടെ അസറ്റ്സ് ഒന്നും സെയിൽ ചെയ്യാൻ പാടില്ല. അതൊരു കണ്ടീഷൻ, സെയിൽ ചെയ്യാൻ പാടില്ല. കാരണം ഇൻ കേസ് നിങ്ങൾ പേ ചെയ്തില്ലെങ്കിൽ ആ അസറ്റ് കൊടുത്തിട്ട് വേണം ഇയാൾക്ക് പൈസ എടുക്കാൻ. ക്ലിയർ ആയോ? ഒന്നാമത്തെ കണ്ടീഷൻ ക്ലിയർ ആയോ? പ്രൊട്ടക്റ്റീവ് ക്ലോസിൽ ഒന്നാമത്തെ കണ്ടീഷൻ ക്ലിയർ ആയോ? ഓക്കെ. സോ രണ്ടാമത്തെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ 2-3 കണ്ടീഷൻസ് നോർമൽ ആയിട്ടുള്ളത് പറയാം. പിന്നെ ഉള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം സെക്യൂരിറ്റി ആയിട്ടൊക്കെ ഒരു ബോണ്ടിന്റെ സെക്യൂരിറ്റി ആയിട്ടൊക്കെ ഏതെങ്കിലും അസറ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ അസറ്റ് നല്ല കണ്ടീഷൻ, അതായത് ഗുഡ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അതിന്റെ പണികൾ, അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ എടുത്ത് അതെപ്പോഴും ഗുഡ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതെന്തുകൊണ്ടാ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ഇൻ കേസ് അവർ തന്നില്ലെങ്കിലും അത് സെയിൽ ചെയ്തോ അല്ലെങ്കിൽ അത് ആ അസറ്റ് അവർക്ക് എടുക്കാനോ പറ്റുള്ളൂ. അതായത് യൂസബിൾ കണ്ടീഷൻ ആയിരിക്കണം എപ്പോൾ അസറ്റിനെന്ന്. ക്ലിയർ ആയോ? അതായത് ഗുഡ് കണ്ടീഷൻസിൽ എപ്പോഴും അതായത് അസറ്റുകളൊക്കെ എപ്പോഴും ഗുഡ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഓക്കെ. പിന്നെ പറയുന്ന ഒരെണ്ണമാണ് നിങ്ങൾ നെഗറ്റീവ് പ്ലെഡ്ജ് ക്ലോസ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടോ? നെഗറ്റീവ് പ്ലെഡ്ജ് ക്ലോസ് നോട്ട് ചെയ്ത് വെക്കണം. കേട്ടിട്ടില്ല എങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. നെഗറ്റീവ് പ്ലെഡ്ജ് ക്ലോസ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്ന് പറയൂ. ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതായത് ഈ ബോണ്ട് വാങ്ങുന്ന ആളുണ്ടല്ലോ, അയാൾ പറയാണ്, എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന അസറ്റ് അല്ലെങ്കിൽ എനിക്ക് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന അസറ്റ് വേറെ ആർക്കും സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ പാടില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലെങ്കിൽ പറയണേ, ഒന്നുകൂടെ ഞാൻ പറയാം എന്താന്ന്. നെഗറ്റീവ് പ്ലെഡ്ജ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആളുണ്ടാവും. ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയും കൂടെ വെക്കും, അല്ലേ? കൊളാട്രൽ സെക്യൂരിറ്റിയും കൂടെ വെച്ചിട്ടായിരിക്കും കൊടുക്കുക. അപ്പം ബോണ്ട് വാങ്ങുന്ന ആള് പറയാണ്, എനിക്ക് വെച്ചിരിക്കുന്ന ഈ സെക്യൂരിറ്റി വേറെ ആർക്കും ഇനി ഒരിടത്തും ലോണിന് വേണ്ടി ഒന്നും കൊണ്ടുവെക്കാൻ പാടില്ല. അതിനെയാണ് നെഗറ്റീവ് പ്ലെഡ്ജ് ക്ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. ഇത്രയേ ഉള്ളൂ. കവണൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ വരുന്നുള്ളൂ. ഇനി പ്രൊട്ടക്റ്റീവ് ക്ലോസ് മനസ്സിലായില്ലേ? നേരായിട്ട് 3 ക്ലോസ് ഞാൻ പറഞ്ഞു. ഒന്ന്, സെയിൽ ചെയ്യാൻ പാടില്ല, അസറ്റ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് അസറ്റ് വേറെക്കും ലോണിനും ഇൻഷുറൻസ് ഒക്കെ പേ ചെയ്തിരിക്കണം, അങ്ങനെയും പറയാറുണ്ട്. ഒരു പ്ലെഡ്ജ്, ഒരു ക്ലോസ്. അതായത് ഇതിന്റെ ഇൻഷുറൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പേ ചെയ്യണം, എല്ലാ ടൈമിൽ ഇൻഷുറൻസ് പേ ചെയ്യണം, ഒരു ക്ലോസും വെക്കാറുണ്ട്. പറഞ്ഞു, ഒന്ന് സെയിൽ ചെയ്യാൻ പാടില്ല, മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻഷുറൻസ് ഒക്കെ ക്ലിയർ ആയ ക്വസ്റ്റിനിലേക്ക് വെച്ചാൽ എന്താ പാടില്ല. അത് ചോദിക്കുന്നു. ഓക്കെ, അറിയാം. ലീഗൽ കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ്, അതൊക്കെയാണ് ഇന്റജർ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പെട്ടെന്ന് 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ഇത് ഞാൻ പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം. ഓക്കെ, പ്രൊട്ടക്റ്റീവ് കവണന്റ് ആണ് ഇതിന്റെ ആൻസർ. ഇതില് കോൾ പ്രൊവിഷൻ എന്താണെന്നും പുട്ട് ഓപ്ഷൻ ഞാൻ എടുത്തു തരാം കേട്ടോ. കാരണം നിങ്ങൾക്ക് കോൾ പ്രൊവിഷൻ പുട്ട് ഓപ്ഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, ഇനിയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു പ്ലേസ് ഉണ്ട്. സോ ഇത് രണ്ടും എന്താണെന്നറിയാം. വാറന്റ് എന്താണെന്നറിയോ? ഓക്കെ, വാറന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്യാറുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഇഷ്യൂ ചെയ്യാറുണ്ട്. വാറന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഒരു ഓപ്ഷൻ കൊടുക്കുവാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്ക് ഒരു സ്പെസിഫിക് പ്രൈസിൽ ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ വാങ്ങാൻ പറ്റുമെന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നതാണ് വാറന്റ് എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും, അതായത് ഇത്ര പ്രൈസിന് ഈ പീരീഡ് തൊട്ട് ഈ പീരീഡ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. സോ അടുത്ത ക്വസ്റ്റിന് അതുകൂടെ ജസ്റ്റ് നോക്കി നമുക്ക് സെഷൻ നിർത്താം കേട്ടോ. നേരത്തെ പറഞ്ഞ ഇനി ഞാൻ എടുത്തൊന്നും പറയുന്നില്ല. സോ ക്ലിയർ ആയല്ലോ? ഇന്ന് പഠിപ്പിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാരൂപയുടെ നമ്പറിലേക്ക് ഷെയർ ചെയ്യുക, നമുക്ക് അത് തീർക്കാം കേട്ടോ. ഉണ്ടോ? ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? ഓക്കെ, ശരി, താങ്ക് യു. അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം.